ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഞായറാഴ്ചയായി ഇന്നത്തെ തിരുവചനം മത്തായിയുടെ വിശുദ്ധ സുവിശേഷം 10-ാം അധ്യായം 26-33 തിരുവചനങ്ങളിലൂടെ ഈശോ തൻ്റെ ശിഷ്യന്മാരെ ദൗത്യവുമായി അയക്കുന്നതിൻ്റെ ഭാഗമായിട്ട് സംസാരിക്കുന്നു. നിങ്ങൾ ഭയപ്പെടേണ്ട, നിങ്ങളുടെ ശിരസ്സിലെ ഓരോ തലമുടി ഇഴകൾ പോലും എണ്ണപ്പെട്ടിരിക്കുന്നു. അപ്പോൾ വിൽക്കപ്പെടുന്ന പ്രാവുകളെക്കുറിച്ച് ഈശോ പറയുകയാണ്. അപ്പോൾ എങ്ങനെ വിൽക്കപ്പെടണമെന്ന്, എത്ര പൈസക്ക് വിൽക്കണമെന്ന് ദൈവപിതാവിന് അറിയാം. പക്ഷേ ഈശോ പറയുന്നൊരു കാര്യം ഇതാണ്: നിങ്ങളുടെ ആത്മാവിനെയും ശരീരത്തെയും കൊല്ലാൻ മടിക്കാത്തവരെ ഭയപ്പെടുവിൻ. അപ്പം അതുകൊണ്ട് നമ്മുടെ ആത്മാവ് എപ്പോഴും സന്നദ്ധമായിരിക്കണം, ദൈവത്തിന് വേണ്ടി ഉള്ളതായിരിക്കണം. അതുകൊണ്ട് ഈശോ പറയുകയാണ്, എന്നെ പിതാവിൻ്റെ സന്നിധിയിൽ മനുഷ്യരുടെ മുമ്പിൽ ഏറ്റുപറയുന്നവനെ ഞാൻ പിതാവിൻ്റെ മുമ്പിൽ ഏറ്റുപറയും, എന്നാൽ മനുഷ്യരുടെ മുമ്പിൽ എന്നെ അവഗണിക്കുന്നവനെ ഞാൻ പിതാവിൻ്റെ മുമ്പിലും അവഗണിക്കും. അപ്പോൾ ത്രിത്വൈക ദൈവത്തിലാണ് നമ്മുടെ ആശ്രയവും ആശ്വാസവും. ദിവ്യകാരുണ്യനാഥനായ ഈശോ ദിവ്യകാരുണ്യത്തെ സ്വീകരിച്ച് നമുക്കെപ്പോഴും യേശുവിനെ സാക്ഷ്യപ്പെടുത്തുന്നവർ മാറുന്നതിൽ നമുക്ക് ശ്രദ്ധയുള്ളവരായി മാറാം. നമ്മൾ വിലയുള്ളവരാണ്. നമ്മുടെ മൂല്യവും വിലയും നഷ്ടപ്പെടുത്താതിരിക്കട്ടെ. ആ ക്രൈസ്തവ മൂല്യത്തിൽ നിന്ന് ഉറച്ചു നിൽക്കാം. ആമേൻ.